ഗൈസ് നമ്മൾ അങ്ങനെ അടുത്ത ബൈക്ക് റൈഡിന് റെഡി ആയിട്ടുണ്ട്. സോ പാക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വീട്ടിലാണ്. സോ നമ്മുടെ ഇന്നത്തെ റൈഡ് പറയുന്നത് കൊടൈക്കനാൽ പൂണ്ടിയിലേക്കാണ്. നമ്മുടെ ഇന്നത്തെ റൈഡ് കണ്ടക്ട് ചെയ്യുന്നത് കാവലേറോസ് ക്ലബ്ബാണ്. നമ്മുടെ ഇന്നത്തെ റൈഡിന് ഏകദേശം 20 ബൈക്ക് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പോകുന്നത് പൂണ്ടിയിലേക്കാണ്. പൂണ്ടിയിലേക്ക് സ്റ്റേ കാര്യങ്ങളെടുത്ത് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഗൈസ് നൈറ്റ് ഇങ്ങനെയുള്ള ഹൈവേ കൂടെ ബൈക്ക് ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മീറ്റർ ലൈറ്റൊക്കെ നമ്മളെ കണ്ണിലേക്ക് അടിച്ച് എഞ്ചിന് നല്ല ചൂടൊക്കെ അടിച്ച് വേറെ തന്നെ ഒരു വൈബിൽ നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റും. ഗൈസ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്നത് തൃശ്ശൂരുള്ള ചുവന്നമണ്ണ് അക്വേഡിയറ്റിന് താഴ്ത്തുന്നതാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണത്. സോ അവിടെ ചെന്ന് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായി. ഗൈസ് നമ്മൾ ടെൻ്റ് അടിച്ച ഭാഗത്തേക്ക് നമ്മുടെ റൈഡേഴ്സൊക്കെ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. സോ ലൈനപ്പും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൈഡ് നൈസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമയം ഏകദേശം 6:30 ആയിട്ടേ ഉള്ളൂ. സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ. നല്ലൊരു സോങ്ങൊക്കെ കേട്ടിട്ട് റിലാക്സ് ചെയ്ത് നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈസ് ഇങ്ങനെ റോട്ടിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ വേറെ തന്നെ അനുഭവമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഏർലി മോർണിംഗ് പോകുമ്പോൾ സൂര്യനെ കുതിച്ച് വരുമ്പോഴത്തേക്കും ചുറ്റുപാടും ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നു. ഭയങ്കര രസമാണ് ഇങ്ങനെ സമയത്ത് ബൈക്ക് ഓടിച്ച് പോകാനായിട്ട്. ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ റൈഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. സോ നമ്മൾ ഓരോ മാസവും പല പല സ്ഥലത്തേക്ക് റൈഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മെമ്പേഴ്സ് ജോയിൻ ചെയ്യുക, റൈഡ് എൻജോയ് ചെയ്യുക. ഗൈസ് നിങ്ങളുടെ കയ്യിൽ ഏത് ബൈക്കായാലും നിങ്ങൾക്ക് റൈഡ് വരാൻ പറ്റും. ഇനി ബൈക്കില്ലാത്ത ആൾക്കാരാണെങ്കിലോ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പില്ലിനായിട്ട് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ചായിരിക്കും തിരിച്ചു വരണത്. ഗൈസ് ക്ലബ് റൈഡ് എന്ന് പറയുമ്പം ഒരിക്കലും നമ്മൾ അറിയാവുന്ന കുറേ ഗ്രൂപ്പായിട്ടല്ല പോകുന്നത്. നമുക്ക് അറിയില്ലാത്ത കുറേ ആൾക്കാരായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ബൈക്കൊക്കെ ഓടിച്ചൊരു ഡെസ്റ്റിനേഷൻ എത്തി അവിടെ നിന്ന് അവരൊക്കെയായിട്ട് സംസാരിച്ച് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ കാര്യങ്ങൾ ഷെയറൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു അനുഭവം കിട്ടും. ഗൈസ് നമ്മൾ പാലക്കാട് കഴിഞ്ഞ് പളിന് പോകുന്ന റോട്ടിൽ കയറിയിട്ടുണ്ട്. ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായി. നമ്മുടെ ബൈക്കേഴ്സൊക്കെ സിംഗിൾ ലൈൻ കീപ്പ് ചെയ്ത് മിനിമം സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു അശോക് ലൈലാൻഡിനെ ഓവർടേക്ക് ചെയ്ത് ഒരു ടോർസ് ഡയറക്റ്റ് നമ്മുടെ ട്രാക്കിൽ കയറി വന്നിട്ടുണ്ടായി. സോ നമ്മളെല്ലാ ബൈക്കേഴ്സും അവിടെ തന്നെ ചവിട്ടി ആൾ ഇപ്പുറത്തെ ട്രാക്കിലേക്ക് ഇടിച്ചിട്ടാണ് നമ്മൾ കയറി പോയത്. ഐ തിങ്ക് ഈ വലിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ മൈൻഡാണ് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ചെറിയ വണ്ടികൾ മാറിക്കൊടുക്കണം എന്നുള്ളത്. കാരണം നമ്മൾ അത്രയും ബൈക്ക് ആ ഒരു ട്രാക്കിലൂടെ പോകുന്നത് ആൾ കണ്ട് എന്നിട്ടാണ് ആളുടെ സൈഡ് മാറ്റിയിട്ട് നമ്മുടെ സൈഡിലേക്ക് എടുത്തിട്ടത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്നത്? ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഈ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത്. ഗൈസ് നമ്മൾ ഏകദേശം 10 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു ബ്രേക്ക് എടുക്കുന്നത്. ജസ്റ്റ് എല്ലാവരും ചായ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആയി നിൽക്കുന്നു. ഗൈസ് നമ്മളിപ്പോൾ കേരള സൈഡ് വിട്ട് തമിഴ്നാട് സൈഡിൽ കയറിയിട്ടുണ്ട്. സോ ഇവിടെ ബൈക്ക് ഓടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവർ ഓവർടേക്ക് ചെയ്ത് റോങ് കയറി വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ക്രോസ് ചെയ്യും. അത് ബൈക്കിനായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ. സോ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു റോട്ടിൽ നമ്മൾ ബൈക്ക് ഓടിക്കാനായിട്ട്.
ഗൈസ് ഈ പറയേണ്ടതാണ് നമ്മുടെ ക്ലബിൻ്റെ കോർഡിനേറ്ററായ മിഷാൽ. സോ ഫുൾ ആക്റ്റീവാണ്. നമ്മളിപ്പം ഫ്യൂവല് കാര്യങ്ങൾ ഫില്ലാക്കാൻ വേണ്ടി കയറി വെക്കുകയാണ്. അതുപോലെ ടോയ്ലറ്റിൽ പോകേണ്ട ആൾക്കാർക്ക് ടോയ്ലറ്റൊക്കെ പോകാനും ഫ്രഷപ്പ് ആവാനായിട്ടൊരു പമ്പിൽ നമ്മളിപ്പം നിർത്തിയേക്കുകയാണ്. ഗൈസ് പമ്പിലാകെ പെട്രോളാണ്, ഫുൾ ഓഫ് പെട്രോൾ. ഗൈസ് ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ പാസ് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ പോകുന്നതിന് കുറേ ദിവസം മുന്നേ തന്നെ ഈ പാസ് എടുത്തു വയ്ക്കാൻ നോക്കുക. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പാസ്സൊക്കെ ഒരു ഓഫീസർ വന്ന് ചെക്ക് ചെയ്യണതാണ്. എല്ലാ ബൈക്കേഴ്സിൻ്റെ ഈ പാസ് ആൾ വന്ന് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ടായി. ഗൈസ് ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പം ഫിക്സഡ് നമ്പർ ഓഫ് വെഹിക്കിൾസിന് മാത്രമാണ് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവിടുത്തെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു റൂളാണ്. അതിനാണ് ഈ പാസ് കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നത്. ഗൈസ് 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്ത് നിങ്ങൾ വാട്ടർ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലിറ്ററിൻ്റെ ക്യാനിൽ മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മാക്സിമം പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗം കഴിയുമ്പം നിങ്ങളത് എറിഞ്ഞ് കളയും. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നശിപ്പിക്കാതിരിക്കുക. പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഗൈസ് നമ്മളങ്ങനെ ഹെയർ പിൻ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബൈക്കേഴ്സൊക്കെ സിംഗിൾ ലൈൻ കീപ്പ് ചെയ്ത് ബാക്കിൽ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഹെയർ പിന്നൊക്കെ കയറുന്ന നേരത്ത് ഒരിക്കലും വളവിലിട്ട് ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ കത്തി കയറി പോകുന്നത് ചെയ്യരുത്. ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ പോകുന്നത്. മാക്സിമം സ്പീഡ് കുറച്ചിട്ട് ഹെയർ പിൻ കയറി പോകുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് പറ്റും. ചുരം കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ തണുപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൈയൊക്കെ ആയിക്കോട്ടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇത്രയും ബൈക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകുമ്പം ഓപ്പോസിറ്റ് വരുന്ന എല്ലാ കാറുകാരും നമ്മൾ നോക്കുന്നുണ്ട്. ചെറിയ മക്കളൊക്കെ നമുക്ക് ടാറ്റ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രീതിയിൽ സന്തോഷം കിട്ടുന്നുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടീ ബ്രേക്ക് എടുത്ത് ഇവിടെ നല്ല ചൂട് ചായയും നല്ല കായ്ബജിയും കിട്ടി. സോ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇത് നമ്മുടെ അശ്വിനും ശ്രീലാൽ ബ്രോയുമാണ് നിൽക്കുന്നത്. സോ ഗൈസ് നമ്മൾ ഏകദേശം കൊടൈക്കനാൽ എത്താറായിട്ടുണ്ട്. നമ്മൾ കയറി പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് പല നിറങ്ങളിലുള്ള ഇവരുടെ വീടുകൾ. ഇവരുടെ വീടുകളുടെ മെയിൻ പ്രത്യേകതയാണ് ഓരോ വീടിനും ഓരോ നിറങ്ങളായിരിക്കും. ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് കൊടൈക്കനാൽ ഒരു ഉത്സവം കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായി. അവരുടെ ആചാരങ്ങളനുസരിച്ച് പ്രതിഷ്ഠയായി എഴുന്നള്ളിച്ചു കൊണ്ടാണ് അവർ ഉത്സവം പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ വർണ്ണ കളറുള്ള ചായങ്ങൾ പൂശിക്കൊണ്ടാണ് അവരത് ആഘോഷിക്കുന്നത്. ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് പൂണ്ടിയാണ്. പൂണ്ടിയിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയേക്കുന്നത്. സോ കൊടൈക്കനാൽ നമ്മൾ തങ്ങാതെ ഡയറക്റ്റ് നമ്മൾ പൂണ്ടിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സമയം ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും നല്ലൊരു ക്ലൈമറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അത്ര നല്ല വഴിയൊന്നുമല്ല. ചെറിയ രീതിയിൽ കെട്ടറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വെച്ച് ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടാറുണ്ടായി. ഗൈസ് നമ്മുടെ റൈഡേഴ്സൊക്കെ ഫുള്ള് പവറാണ്. നമ്മുടെ ലൊക്കേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. പൂണ്ടിലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്. ഒരു ഡാമിൻ്റെ സൈഡിലാണ് നമുക്ക് സ്റ്റേ വരണത്. ഗൈസ് നമ്മളിപ്പോൾ യാത്ര ചെയ്യണത് കൊടൈക്കനാൽ ടൗണിൽ നിന്നൊക്കെ മാറി ഗ്രാമവീതിയിലൂടെയാണ് യാത്ര ചെയ്യണത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഗ്രാമവും തട്ടുതട്ടായി കിടക്കുന്ന കൃഷിയിടങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഇഷ്ടമുള്ള റൈഡേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചു. ഗൈസ് നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്നത് ഡീസലിൻ്റെ ബുള്ളറ്റാണ്. ഏകദേശം 20ന് മുകളിൽ ഡീസൽ ബുള്ളറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് റൈഡ് തന്നെ ഇവിടെ നടക്കുന്നുണ്ടായി. അടിപൊളി സൗണ്ടാണ് വണ്ടിക്കുള്ളത്. ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ട്രാക്ക് കണ്ട്. സോ നമ്മുടെ ടീംസൊക്കെ അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നുണ്ട്. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. സോ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ കയറുക, വണ്ടി വെക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, കുറച്ച് വീഡിയോസ് എടുക്കുക. അത്യാവശ്യം നല്ല പീസ്ഫുൾ സ്ഥലം കേട്ടോ. അങ്ങനെ വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഗ്രൂപ്പ് ഫുള്ള് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉഷാറാണ്.
സോ ഗൈസ് നമ്മളങ്ങനെ വണ്ടിയൊക്കെ മണ്ടൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഇവിടെ വെച്ചിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കുക, അതാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടുന്നുണ്ട്. ക്ലൗഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്, വെട്ടോ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ പെടുത്തി വെക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പ്ലാൻ ഇട്ടത് നമ്മുടെ കോർഡിനേറ്ററായ മിഷാലാണ്. സോ എല്ലാവരും വണ്ടി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് വേണം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇത്രയും റൈഡ് ചെയ്ത് വന്നതാണെങ്കിലും ആർക്കും ഒരു ക്ഷീണമില്ല, എല്ലാവരും ഉഷാറ് മൂടാണ്. ഗൈസ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ലൊക്കേഷനായ പൂണ്ടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ നമ്മളെ സ്റ്റേയിലേക്ക് എത്താനായിട്ട് ഒരു മിനി ഓഫ് റോഡ് കയറി വേണം നമുക്ക് സ്റ്റേ എത്താനായിട്ട്. സോ അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മളൊരു മിനി ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ ലൊക്കേഷനായ പൂണ്ടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെക്കണത്. സോ ഗൈസ് നൈറ്റ് ആയപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും കൂടി ഫയർ ക്യാമ്പ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണം, ഫയർ ക്യാമ്പിൻ്റെ ചുറ്റും ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയണം. നാളെ രാവിലെ എണീറ്റിട്ട് കുറേ ആക്ടിവിറ്റീസ് നമുക്കുള്ളതാണ്. സോ നേരത്തെ കയറി കിടന്ന് ഉറങ്ങണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. കരിവള എനിക്കൊന്നു കാണണ കാന്ത, കരിവള എനിക്കൊന്നു വാങ്ങണ കാന്ത, ആനയെ എനിക്കൊന്നു കാണണ കാന്ത. ഗൈസ് എനിക്ക് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് ഇവർ ഫുഡ് ഉണ്ടാക്കാൻ നേരത്തെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നത് കാണാനായിട്ട്. കാരണം തിരക്കിട്ട ലൈഫിൽ നിന്ന് മാറിയിട്ട് യാത്രകൾ ചെയ്ത് പല സ്ഥലത്തു നിന്ന് നിൽക്കുന്ന ആൾക്കാർ അവരൊക്കെ ഒന്നിച്ചു കൂടി ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ പാടി അവർ സന്തോഷിക്കുന്നത് കാണുമ്പം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വേറെ തന്നെ എക്സ്പീരിയൻസാണ്. നിങ്ങളൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെ പോയി ഇത് അനുഭവിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അത്രയ്ക്ക് ഫീലാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ ഫുഡ് പറഞ്ഞത് ചിക്കൻ ഗ്രില്ല് വിത്ത് പൊറോട്ട ആൻഡ് ചപ്പാത്തി, ചിക്കൻ കറിയുണ്ട്. അപ്പുറ സൈഡിൽ കറിയൊക്കെ നിങ്ങൾ റെഡി ആവുമ്പോൾ കണ്ടു കാണും. സോ ഗ്രില്ല് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് രാവിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മുടെ റൈഡ് വന്നേക്കുന്ന മെമ്പേഴ്സൊക്കെ ആയിട്ട് കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കണം. അതിനുശേഷം നമുക്ക് കൂക്കാലി പോകുന്ന കൂക്കാലി പോയിട്ട് അവിടുത്തെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് റിട്ടേൺ പോകാനായിട്ട്. ഗൈസ് നമ്മുടെ ഷൂട്ട് ഔട്ടിനിടയ്ക്ക് പന്താണെങ്കിൽ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. സോ മിഷാൽ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഊരിയിട്ട് വെള്ളത്തിലിറങ്ങി പന്തെടുക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഗൈസ് നമ്മുടെ ഷൂട്ട് ഔട്ടിൻ്റെ ചലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ചലഞ്ച് പറയുന്നത് പുഷപ്പാണ്. നമ്മുടെ ഷബാബാണ് ഇപ്പോൾ പുഷപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ് പൂണ്ടിയിലുള്ള നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ജാക്കറ്റ് കാര്യങ്ങൾ ഇട്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് കൂക്കാലിലേക്കാണ്. കൂക്കാൽ ലേക്കും കൂക്കാൽ വ്യൂ പോയിന്റും നമുക്ക് കണ്ടതിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് റിട്ടേൺ പോകുന്നത്.
സോ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മന്നമന്നൂരാണ്. ഷീപ്പ് ഫാം കാണണം എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നത്. സോ 4 മണി വരെ ഫാമിലിയിലേക്ക് എൻട്രി ഉള്ളൂ. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ഫാമിലി നമുക്ക് കയറാൻ പറ്റത്തില്ല. സോ നമ്മളിവിടെ ഉള്ള ഏതെങ്കിലും ഒരു ചായക്കടയിലേക്ക് കയറി ചായക്കടകളൊക്കെ കുറിച്ച് നിൽക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള മിക്ക മെമ്പേഴ്സും ഫാമിൻ്റെ ടോപ്പ് സൈഡിലാണ് നിൽക്കുന്നത്. സോ ഇനി അവർ താഴത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കണം. ഇവിടെയാണെങ്കിൽ റേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. സോ ഗൈസ് നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ കൂക്കാലിയിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ഇരുവശങ്ങളിൽ ഫുള്ള് യൂക്കാലിസ് മരങ്ങളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ യൂക്കാലിയുടെ മണം നമുക്ക് കിട്ടുന്നുണ്ടായി. ഗൈസ് കൂക്കാലിയിലേക്ക് പോകുന്ന വഴിക്ക് അത്ര വലിയ പച്ചപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കാട്ടുതീ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവശങ്ങളും ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ടായി. ഓക്കെ, സോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ മരങ്ങൾ പച്ചപ്പായി വരുന്നതേ ഉള്ളൂ. പകുതിയോളം മരങ്ങൾ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ചെറിയ മരങ്ങളൊക്കെ വളർന്ന് വന്നിട്ട് വേണം ഈ പച്ചപ്പൊക്കെ പഴയതുപോലെ തിരിച്ച് കിട്ടാനായിട്ട്. നമ്മുടെ റൈഡേഴ്സ് ഫുള്ള് ട്രിപ്പ് മൂഡിലാണ്. എല്ലാവരും ആസ്വദിച്ചാണ് റൈഡ് ചെയ്യുന്നത്. അതവർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത്രമേൽ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചാണ് അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ് കൂക്കിൽ പോകുന്നതിൽ മിക്ക ആൾക്കാരും വണ്ടി നിർത്തി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഏരിയയിൽ കൂടെ വണ്ടിയൊക്കെ ഓടിക്കാൻ ഭയങ്കര രസമാണ്. ഗൈസ് ഈ സ്പോട്ട് നമ്മൾ തീരുമാനിച്ചപ്പോൾ മുതൽ നമ്മുടെ പ്ലാനിനുള്ളതാണ് ഇവിടെ വന്ന് വണ്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഇറങ്ങി നിന്ന് ഫുട്ബോൾ കളിക്കണം എന്നുള്ളത്. എന്തായാലും നമ്മളിവിടെ ഫുട്ബോൾ കളിച്ചിട്ടേ പോകത്തുള്ളൂ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഫുട്ബോൾ കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പിന്നെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും പൊങ്ങിന്നാന്നൊക്കെ കിടക്കുന്നത്. അതിൽ കൂടെ ഓടി എല്ലാവരും ചെറിയ രീതിയിൽ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ കൂക്കാൽ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ വ്യൂ പോയിന്റിൽ എങ്ങനെ വരാമെന്നുള്ളത്. കൂക്കാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് സ്ട്രേറ്റ് തന്നെ വരിക. സ്ട്രേറ്റ് വന്ന് കഴിയുമ്പം ഒരു ജംഗ്ഷൻ കാണും. ആ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മണ്ണിട്ട് ഇതുപോലത്തെ ഒരു വഴി കാണാൻ പറ്റും. ആ വഴിക്ക് കുറച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ബൈക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഓവർ താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ബൈക്ക് തിരിച്ച് മണ്ടയ്ക്ക് കയറ്റാൻ നല്ല ടാസ്ക് അടിക്കും. ഓക്കെ, സോ മണ്ടയ്ക്ക് ബൈക്ക് വെച്ചിട്ട് അവിടെ നിന്ന് നടക്കാൻ നല്ല രീതിയിൽ നടക്കേണ്ടി വരും. തിരിച്ച് വരാൻ നേരത്ത് നല്ല കതപ്പ് കാണും. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ ക്ലൈമറ്റിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗ്ഗമാണ്. അടിപൊളി വ്യൂ ആണ്. ആ വീടിന് ചെരുവിന് താഴ്ത്ത് നോക്കുമ്പോൾ ആ മലകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാനായിട്ട് അടിപൊളിയാണ് ഗൈസ്. സോ ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക.